അത് നല്ല നിലത്തു വീണ് 100 മേനിയും 60 മേനിയും 30 മേനിയും പുറപ്പെടുവിക്കാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുറവുകളെയും നമ്മുടെ പാപങ്ങളെയും എല്ലാം കർത്താവിന്റെ ഈ പരിശുദ്ധ ദിനത്തിൽ നമുക്ക് ഏറ്റുപറഞ്ഞ് നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം. കർത്താവിന്റെ ശിഷ്യനായിരിക്കുക എന്ന് പറയുന്നത് നമ്മൾക്കുള്ളതെല്ലാം ഉപേക്ഷിക്കുക എന്നാണ് തിരുവചനം നമ്മോട് പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 9-ാം തിരുവചനം പറയുന്നുണ്ട്, നിങ്ങൾക്ക് സ്വന്തമായവയെല്ലാം ഉപേക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ, നിങ്ങൾക്കുള്ളത് ഉപേക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ സ്വാർത്ഥമായ ആഗ്രഹങ്ങളോ ലൗകികമായ വ്യഗ്രതകളോ നമ്മുടെ അസ്വസ്ഥതകളോ നമ്മുടെ ഭയമോ എന്തു തന്നെ ആയിക്കോട്ടെ, കർത്താവിന് അത് നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പലവിധ വ്യഗ്രതകളും ചിന്തകളും ഞങ്ങളെ അസഹ്യപ്പെടുത്തുന്നു. പലവിധ കാഴ്ചകളും ലോകത്തിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഈശോയെ, ഈ പരിശുദ്ധ ദിനത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങിലേക്ക് കൊണ്ടുവരണമേ എന്ന് അങ്ങയുടെ കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വരുന്ന ഗാനത്തോടൊപ്പം ചേർന്ന് നമ്മുടെ എല്ലാ അസ്വസ്ഥതകളെയും നമ്മുടെ എല്ലാ ജീവിത വ്യഗ്രതകളെയെല്ലാം കർത്താവിന്റെ ഈ പരിശുദ്ധ ദിനത്തിൽ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ഗാനത്തോടൊപ്പം നമുക്ക് അവിടുത്തെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ച്, ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് വരുന്ന ഗാനത്തോടൊപ്പം പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്നിൽ
നിന്നിലായി ലയിക്കും എൻ ജീവിതം തിരുമുൻപിൽ സമർപ്പിക്കുന്നു. എൻ്റെ ഈശോ സ്നേഹമായി എന്നിലേക്ക് എഴുന്നള്ളുമ്പോൾ എല്ലാം മറന്നു സ്തുതി പാടുന്നു. നിന്നിലലിയാൻ മിഴിനീരോടെ ആരാധന ആരാധന ആരാധന. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 3, 4, 5 തിരുവചനങ്ങൾ ഏലിയ പ്രാർത്ഥിക്കുന്ന അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഏലിയ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, അങ്ങയുടെ പ്രവാചകന്മാരെ അവർ വധിച്ചു, അങ്ങയുടെ ബലിപീഠങ്ങൾ അവർ തകർത്തു, അവശേഷിക്കുന്നവൻ ഞാൻ മാത്രമാണ്, അവർ എന്റെ ജീവനെയും തേടുന്നു. എന്നാൽ ദൈവം അവനോട് മറുപടി പറഞ്ഞത് എന്താണെന്നോ, ബാലിന്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്രകാരം തന്നെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഇക്കാലഘട്ടത്തിലുമുണ്ട്. കർത്താവ് കൃപയാൽ നമ്മെ മാറ്റി നിർത്തിയിരിക്കുകയാണ് കർത്താവിന് വേണ്ടി ജീവിക്കാൻ. ആ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് വളരാം. കർത്താവിന്റെ ഈ പരിശുദ്ധമായ ദിനത്തിൽ ഈ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാം, ആഴത്തിൽ ധ്യാനിക്കാം. കർത്താവെ, ഈ കാലഘട്ടത്തിലും അങ്ങ് ഞങ്ങളെ മാറ്റി നിർത്തിയതിനെ ഓർത്ത് കർത്താവിന്റെ തിരുവചനം ജീവിക്കുവാനും കർത്താവിനോട് കൂടെ ആയിരിക്കുവാനും മർക്കോസ് സുവിശേഷകം അതിന്റെ 3-ാം അധ്യായം 11-ാം തിരുവചനം പറയുന്നുണ്ട്. ഈശോ അപ്പസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗം. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. കർത്താവ് ഈ കാലഘട്ടത്തിൽ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് കർത്താവിന്റെ കൂടെ ആയിരിക്കാൻ. നമുക്ക് അവിടുത്തെ സമീപിക്കാം. ശിഷ്യന്മാർ കർത്താവിന്റെ അടുത്തേക്ക് ചെന്നു എന്നാണ് തിരുവചനം പറയുന്നത്. കർത്താവെ, അങ്ങയോട് കൂടെ ആയിരിക്കുവാനും അവിടുത്തെ തിരുവചനം ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് മനസ്സിൽ പ്രാർത്ഥിക്കാം. കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് 7000 പേരെ ബാലിന്റെ മുമ്പിൽ മുട്ടുകുത്താതെ മാറ്റി നിർത്തിയതുപോലെ ഈ ലോകത്തിന്റെ എല്ലാ അസ്വസ്ഥതകളുടെയും മുമ്പിൽ നമ്മെയും കർത്താവ് മാറ്റി നിർത്തും. കർത്താവിന് വേണ്ടി ജീവിക്കാൻ ആ ആത്മസന്തോഷത്തിൽ, ആ ആത്മനിർവൃതിയിൽ നമുക്ക് ദൈവത്തോട് കൂടെ ആയിരിക്കാം. കർത്താവെ, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തതിന്, അങ്ങ് ഞങ്ങളെ മാറ്റി നിർത്തിയതിന്, ദൈവത്തിന്റെ വചനം ശ്രവിക്കാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് നമുക്കെല്ലാവർക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തോട് കൂടെ ആയിരിക്കാൻ ദൈവം നമ്മെ അനുവദിച്ചതിനെ ഓർത്ത്. ലോകം ഇന്ന് തിരക്കിന്റെ പിറകിലാണ്. പല സൗകര്യങ്ങളും പല സന്തോഷങ്ങളും പല കാര്യങ്ങളും നമുക്ക് പുറമേ ഇറങ്ങിയാൽ ലഭിക്കും. പക്ഷെ കർത്താവിന്റെ വചനം ലഭിക്കാൻ അത് കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോൾ മാത്രമാണ്. പ്രത്യേകമായ കർത്താവിന്റെ ഈ ദിനത്തിൽ നമുക്ക് ഹൃദയത്തിൽ നന്ദി നിറഞ്ഞ്, ദൈവമേ, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നമുക്കെല്ലാവർക്കും അതരങ്ങൾ കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി ആരാധിച്ച് സ്തുതിച്ച് നന്ദി അർപ്പിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ യേശുവേ ആരാധന നന്ദി, ആരാധന യേശുവേ ആരാധന സ്തുതി, യേശുവേ ആരാധന ആരാധന. ആരാധന 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 ഹല്ലേലൂയ, ഹാലലിയ ഹല്ലേലൂയ, ഹാലലിയ യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹാലലിയ യേശുവേ ഹാലലിയ ആരാധന, ഹാലലിയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, സർവശക്തനായ യേശുവേ ദൈവമേ, ഞങ്ങൾ ആരാധന. അങ്ങേ സ്തുതിക്കുന്നു. Praise the Lord, പ്രിയേക ദൈവമേ, hallelujah, ഞങ്ങൾ അങ്ങേ hallelujah, hallelujah, സ്തുതിക്കുന്നു. hallelujah, ആപപിതാവേ, ഞങ്ങൾ hallelujah, അങ്ങേ hallelujah, സ്തുതിക്കുന്നു. hallelujah, കർത്താവെ, hallelujah. ഞങ്ങൾ അങ്ങേ ഞങ്ങളെ യേശുവേ തന്നെ നന്ദി, യേശുവേ പൂർണ്ണമായി സ്തുതി, ദൈവകരങ്ങളിൽ യേശുവേ സമർപ്പിച്ച് ആരാധന, ഞങ്ങൾ അങ്ങേ യേശുവേ സ്തുതിക്കുന്നു, നന്ദി, യേശുവേ സ്തുതി, ആരാധിക്കുന്നു. യേശുവേ കർത്താവെ, ആരാധന. എല്ലാ Praise the Lord, കുറവുകളോടുകൂടി hallelujah, ദൈവമേ, hallelujah, ഞങ്ങളുടെ hallelujah, വേദനകളോടുകൂടി hallelujah, ഇല്ലായ്മകളോടുകൂടി hallelujah, ഈശോയെ hallelujah. ഞങ്ങൾ അങ്ങേ യേശുവേ സ്തുതിക്കുന്നു. നന്ദി, യേശുവേ സ്തുതി, യേശുവേ സർവശക്തനെ ആരാധന. ഞങ്ങളുടെ Praise മധ്യത്തിലേക്ക് the Lord, കൂട്ടായ്മയിലേക്ക് hallelujah, ഇറങ്ങി വന്ന് യേശുവേ ഞങ്ങളെ മഹത്വം, അവിടുന്ന് യേശുവേ കടാക്ഷിക്കണമേ ആരാധന, എന്ന് ഞങ്ങൾ യേശുവേ പ്രാർത്ഥിക്കുന്നു. നന്ദി, യേശുവേ ഹാലലിയ സ്തുതി, യേശുവേ ഹാലലിയ ആരാധന, ഹാലലിയ യേശുവേ ഹാലലിയ. മഹത്വം. അവിടുത്തെ Praise the Lord, കൃപയാൽ ഞങ്ങളെ hallelujah, നിറയ്ക്കണമേ. hallelujah. കൃപയാൽ ഞങ്ങളെ യേശുവേ നന്ദി, തെരഞ്ഞെടുത്ത് ഞങ്ങളെ യേശുവേ വേർതിരിച്ച് നന്ദി, ഈശോയെ ഞങ്ങളെ യേശുവേ സ്തുതി, വിശുദ്ധീകരിച്ച് യേശുവേ ഞങ്ങളെ ആരാധന. അനുഗ്രഹിക്കണമേ. Praise the Lord, ഹാലലിയ hallelujah, ഹാലലിയ hallelujah, ഹാലലിയ hallelujah, ഹാലലിയ hallelujah, ഹാലലിയ. hallelujah, Thank hallelujah, you, Lord. Thank you, hallelujah. Lord. യേശുവേ Hallelujah. നന്ദി, Hallelujah. യേശുവേ സ്തുതി, Hallelujah. യേശുവേ Hallelujah. ആരാധന, Hallelujah. യേശുവേ യേശുവേ നന്ദി, ആരാധന യേശുവേ സ്തുതി, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ 11-ാം അധ്യായത്തിന്റെ
8ഉം 9ഉം വചനങ്ങൾ ഇങ്ങനെ പറയുന്നു. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: ദൈവം അവർക്ക് നിദ്രാലസമായ ആത്മാവും കാഴ്ചയില്ലാത്ത കണ്ണുകളും കേൾവിയില്ലാത്ത ചെവികളുമാണ് ഇന്നേ വരെ നൽകിയത്. അതുപോലെ തന്നെ ദാവീദ് പറയുന്നു: അവരുടെ വിരുന്ന് അവർക്ക് കെണിയും കുരുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ. അവരുടെ കണ്ണുകൾ കാഴ്ച നശിച്ച് ഇരുണ്ടു പോകട്ടെ. അവരുടെ നട്ടെല്ല് എപ്പോഴും വളഞ്ഞിരിക്കട്ടെ. കർത്താവിൻ്റെ ചാരയായിരിക്കുന്ന, കർത്താവിൻ്റെ കൂടെ ആയിരിക്കും നമുക്ക്. കർത്താവെ, ഒരിക്കലും നിദ്രാലസമായ ആത്മാവും കാഴ്ചയില്ലാത്ത കണ്ണും ഞങ്ങൾക്ക് നൽകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിത വ്യഗ്രതകളിൽ ഞങ്ങൾ പെട്ടുപോകുമ്പോൾ ഒരിക്കലും ദൈവമേ അങ്ങിൽ നകന്നു പോകരുതേ. എലിയായെ പോലെ കൂടുതൽ തീഷ്ണമതിയായി പ്രാർത്ഥിക്കുവാനും കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കുവാനും കർത്താവിനോട് കൂടെ ആയിരിക്കുവാനും വരുന്ന ഗാനത്തോടൊപ്പം എലിയ പ്രാർത്ഥിച്ച പോലെ നമുക്കും പ്രാർത്ഥിക്കാം. വരുന്ന ഗാനത്തോടൊപ്പം കർത്താവിനെ മഹത്വപ്പെടുത്തി നമുക്ക് ആരാധിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് അവിടത്തേക്ക് സ്തുതികൾ അർപ്പിക്കാം. നമ്മെ പോലൊരു മർത്യൻ, എന്നാലും കർത്താവിൽ ശക്തൻ. ഏലിയാ നമ്മെ പോലൊരു മർത്യൻ, എന്നാലും കർത്താവിൽ ശക്തൻ. സ്വർഗമടയ്ക്കാൻ മഴ അകറ്റാൻ മനമുരുകും ആ പ്രാർത്ഥനയ്ക്കായി. വീണ്ടും തുറക്കാൻ മഴ വിതറാൻ മനമുരുകും ആ പ്രാർത്ഥനയ്ക്കായി. ഏലിയാ നമ്മെ പോലൊരു മർത്യൻ, എന്നാലും കർത്താവിൽ ശക്തൻ. ഏലിയാ നമ്മെ പോലൊരു മർത്യൻ, എന്നാലും കർത്താവിൽ ശക്തൻ. പ്രത്യാശിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിച്ചാൽ തുറക്കും, സർവശക്തനെന്നും നമ്മോടൊപ്പം. സർവശക്തനെന്നും നമ്മോടൊപ്പം. പ്രത്യാശിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിച്ചാൽ തുറക്കും, സർവശക്തനെന്നും നമ്മോടൊപ്പം. സർവശക്തനെന്നും നമ്മോടൊപ്പം. അബ്രാമിനു ദൈവം വാഗ്ദാനം നൽകുമ്പോൾ കൺമുൻപിൽ ശൂന്യതയായിരുന്നു. അബ്രാമിനു ദൈവം വാഗ്ദാനം നൽകുമ്പോൾ കൺമുൻപിൽ ശൂന്യതയായിരുന്നു. എങ്കിലും അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ, ആ വിശ്വാസം നീതിയായി ഗണിക്കപ്പെട്ടു. എങ്കിലും അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ, ആ വിശ്വാസം നീതിയായി ഗണിക്കപ്പെട്ടു. പ്രത്യാശിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിച്ചാൽ തുറക്കും, സർവശക്തനെന്നും നമ്മോടൊപ്പം. സർവശക്തനെന്നും നമ്മോടൊപ്പം. സാമുവേലിനെ ദൈവം വിളിച്ച നേരം അവനൊരു ബാലകനായിരുന്നു. സാമുവേലിനെ ദൈവം വിളിച്ച നേരം അവനൊരു ബാലകനായിരുന്നു. അവൻ വിശ്വസിച്ചല്ലോ, തന്നിൽ ആശ്രയിച്ചല്ലോ, തൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ ഉയർത്തപ്പെട്ടു. അവൻ വിശ്വസിച്ചല്ലോ, തന്നിൽ ആശ്രയിച്ചല്ലോ, തൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ ഉയർത്തപ്പെട്ടു. ഏലിയാ നമ്മെ പോലൊരു മർത്യൻ, എന്നാലും കർത്താവിൽ ശക്തൻ. ഏലിയാ നമ്മെ പോലൊരു മർത്യൻ, എന്നാലും കർത്താവിൽ ശക്തൻ. സ്വർഗമടയ്ക്കാൻ മഴ അകറ്റാൻ മനമുരുകും ആ പ്രാർത്ഥനയ്ക്കായി. വീണ്ടും തുറക്കാൻ മഴ വിതറാൻ മനമുരുകും ആ പ്രാർത്ഥനയ്ക്കായി. ഏലിയാ നമ്മെ പോലൊരു മർത്യൻ, എന്നാലും കർത്താവിൽ ശക്തൻ. ഏലിയാ നമ്മെ പോലൊരു മർത്യൻ,
എന്നാലും കർത്താവിൽ ശക്തൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 27-ാം തിരുവചനം മഹത്തായ ഭാഗ്യത്തെക്കുറിച്ച് പറയുന്നു. അവൻ ഇത് അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. കർത്താവിന്റെ വചനം